2026 ഏപ്രിൽ 1 മുതൽ നിങ്ങളുടെ പണത്തിനും നികുതിക്കും ബാങ്ക് ചാർജുകൾക്കും നേരിട്ട് ബാധിക്കുന്ന വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ വീഡിയോയിൽ ഏപ്രിൽ 1 റൂൾ ചേഞ്ചസ് എന്ന പേരിൽ വന്ന പ്രധാന 10 മാറ്റങ്ങൾ നമുക്ക് വളരെ ലളിതമായി ഉദാഹരണങ്ങളോടെ മനസ്സിലാക്കാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ലാഭവും എന്ത് നഷ്ടവുമാണ് ഉണ്ടാകുന്നതെന്ന് കൃത്യമായി മനസ്സിലാകും. പുതിയ ഇൻകം ടാക്സ് നിയമം 2026 മുതൽ പഴയ ഇൻകം ടാക്സ് ആക്ട് 1961 പോയി പുതിയ നിയമം വരുന്നു. ഇൻകം ടാക്സ് ആക്ട് 2025. പ്രധാന മാറ്റം എന്താണ്? അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ ഇനി ഇല്ല, പകരം ടാക്സ് ഇയർ. ഉദാഹരണം, 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെ നിങ്ങൾ സമ്പാദിക്കുന്ന വരുമാനം ടാക്സ് ഇയർ 2026-27 എന്ന് അറിയപ്പെടും. ഇതെന്തിനെന്നാണ് ചോദ്യമെങ്കിൽ സിസ്റ്റം, അതായത് സംവിധാനം ലളിതമാക്കാൻ. മറ്റൊന്ന്, ആശയക്കുഴപ്പവും മറ്റു പ്രശ്നങ്ങളും കുറയ്ക്കാൻ. രണ്ടാമത്തേത്, 12 ലക്ഷം രൂപ വരെ നികുതിയില്ല. ഇതാണ് ഏറ്റവും വലിയ വാർത്ത. നിങ്ങൾ ഇക്കാലയളവിൽ 12 ലക്ഷം വരെ സമ്പാദിച്ചാൽ നികുതി 0. എങ്ങനെയാണ് ഇത് സാധ്യമായത്? സെക്ഷൻ 87A റിബേറ്റ് കൂട്ടിയിരിക്കുന്നു. ഒപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ. ഉദാഹരണം, നിങ്ങളുടെ ശമ്പളം 12 ലക്ഷം വരെയാണെങ്കിൽ പ്രാക്ടിക്കലി ടാക്സ് ഇല്ല. ഇത് മിഡിൽ ക്ലാസ്സിന് വലിയ ആശ്വാസമാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് എത്തിയാൽ TDS ഫോമുകളിലെ മാറ്റമാണത്. അതായത് ഫോം 16 ഫോം 130 ആയി മാറിയിരിക്കുന്നു. ഫോം 16A ഫോം 131 ആയിരിക്കുന്നു. ഈ ഫോമുകൾ മാറിയതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്നല്ലേ? ടാക്സ് ഫയലിംഗ് എളുപ്പമാകും, കൺഫ്യൂഷൻ കുറയും. അതുതന്നെ. പാൻ കാർഡ് നിയമം കർശനമായിരിക്കുന്നു എന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പാൻ കാർഡ് എടുക്കാൻ ഇനി ആധാർ മാത്രം മതിയാകില്ല. പിന്നെയോ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായി വേണം. ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, SSLC അതായത് 10ാം ക്ലാസ് ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമുണ്ട്. അതായത് പാൻ കാർഡ് എടുക്കാൻ ഇനി കൂടുതൽ വെരിഫിക്കേഷൻ ഉണ്ടാകും. ഇനി സ്വർണ്ണ നിക്ഷേപത്തിൽ വന്ന മാറ്റമാണ്, അതായത് SGB മാറ്റം. മുമ്പ് SGB മച്യൂരിറ്റി ടാക്സ് ഫ്രീ ആയിരുന്നു. ഇനി RBI വഴി വാങ്ങിയത് ടാക്സ് ഫ്രീ ആണ്. മാർക്കറ്റ് വഴി വാങ്ങിയതിന് ടാക്സ് ഉണ്ട്. ടാക്സ് എത്രത്തിലാണെന്ന് നോക്കാം. ലോങ് ടേമിന് 12.5% ടാക്സ് ഷോർട്ട് ടേം ഇൻകമായി കണക്കാക്കുകയും ചെയ്യും. ഇത് ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശയാത്രാ നികുതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മുമ്പ് 7 ലക്ഷം രൂപ വരെ 5% നികുതി. അതിനു മുകളിൽ 20%. ഇനി ഫ്ലാറ്റ് 2% മാത്രം. നല്ല വാർത്തയായി തോന്നുന്നുണ്ടോ? ചിലർക്ക് യെസ്, ചിലർക്ക് നോ. പക്ഷെ ഓവറോൾ സിസ്റ്റം സിമ്പിളായി. ഇനി എല്ലാവരും ഉപയോഗിക്കുന്ന ATM-നെ കുറിച്ചാണ്. ബാങ്കുകൾ പുതിയ ചാർജ് കൊണ്ടുവന്നിരിക്കുന്നു എന്നത് ശ്രദ്ധിച്ചോളൂ. ക്യാഷ് എടുക്കുന്നതിലെ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ഓരോ വിഡ്രോവലിനും 23 രൂപ വീതം അധികമാകും. ഇടപാട് പരാജയപ്പെട്ടാൽ 25 രൂപ വരെ ഫൈൻ പിടിക്കും. നിങ്ങൾ ഫ്രീക്വൻ്റായി ATM ഉപയോഗിക്കുന്നവരാണെങ്കിൽ കരുതിയിരിക്കുക. ഇൻകം ടാക്സ് റിട്ടേണിന്റെ റിവൈസ്ഡ് റിട്ടേൺ സമയം നീട്ടിയിട്ടുണ്ട് എന്നത് കേട്ടോളൂ. മുമ്പ് 9 മാസം ആയിരുന്നു, ഇനി 12 മാസം സമയം ലഭിക്കും. പക്ഷെ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം 9 മാസം കഴിഞ്ഞാൽ പെനാൽറ്റി ഉറപ്പ്. അതായത് ടൈം കിട്ടും, പക്ഷേ ലേറ്റ് ആകരുത്. LPG വിലമാറ്റം എങ്ങനെയും ഉണ്ടാകും എന്നത് ഓർത്തിരുന്നോളൂ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം പാചകവാതക വില ഉയരാം അല്ലെങ്കിൽ കുറയാം. ഇത് നിങ്ങളുടെ ഡെയിലി ബജറ്റിനെ ബാധിക്കും. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എങ്കിൽ ഇതറിഞ്ഞു വെച്ചോളൂ. മുമ്പ് 4 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യാമായിരുന്നു, റീഫണ്ട് കിട്ടുമായിരുന്നു. ഇനി 8 മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് ഇല്ല. അതായത് 8 മണിക്കൂർ മുൻപ് ക്യാൻസൽ ചെയ്താലേ പൈസ തിരിച്ചു കിട്ടൂ. ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കുള്ള ഇത് വലിയ സമയമാറ്റമാണ്. ഇനി ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ലാഭനഷ്ട കണക്കിൽ തരംതിരിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം എവിടെയൊക്കെയാണ്? 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല, ട്രാവൽ ടാക്സ് കുറവ്, പിന്നെ ITR സമയം കൂടുതൽ. ഇനി നഷ്ടമോ? ATM ചാർജസ്, SGB ടാക്സ്, ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ നിയമം, പിന്നെ പാൻ കാർഡ് എടുക്കുന്നതിലെ കർശന വ്യവസ്ഥകളും. ഇവയെല്ലാം നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തോളൂ. എല്ലാം അറിയാൻ ദ പ്രോഫിറ്റ് ന്യൂസ്.